പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം 45 വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി. കോതമംഗലം രൂപത KLM വാർഷിക പൊതുയോഗം മൂവാറ്റുപുഴയിൽ നടന്നു. അസംഘടിതരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഇടയിൽ കാരുണ്യത്തിന്റെ മുഖമായി പ്രവർത്തിക്കുന്ന മികച്ച പ്രസ്ഥാനമാണ് KCBCയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കേരള ലേബർ മൂവ്മെന്റ് എന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു. കോതമംഗലം രൂപത കേരള ലേബർ മൂവ്മെന്റ് വാർഷിക പൊതുയോഗം മൂവാറ്റുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിതാവ്. നമുക്ക് ചുറ്റും അനേകം അസംഘടിതരുണ്ടെന്നും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ KLMനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ പിതാവ് അംഗങ്ങളെ ഉദ്ബോധിപ്പിച്ചു. അവരുടെ കുടുംബങ്ങളും അവരുടെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. തൊഴിൽ SHGകൾ അത് പ്രവർത്തനം വഴിയായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല മേഖലകളായി തിരിച്ച് ചെയ്യുന്ന ഓരോ ശുശ്രൂഷയും നമ്മുടെ നാടിനും നമ്മുടെ സഭയ്ക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വലിയ അനുഗ്രഹമാണ്. അപ്പൊ നിങ്ങൾ ഇതിനെ സഹായിക്കുവാനായിട്ട് നേതൃത്വം കൊടുക്കുവാനായിട്ട് ഇത്രയും പേരുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ രൂപതയിലെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് സജീവമായിട്ട് വരുന്നുണ്ട്. ഞാനിത് രാവിലെ തന്നെ ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ പറയുകയുണ്ടായി. കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിച്ചത്. കൃത്രിമ ഉദാഹരണം പറഞ്ഞാല് ഇന്നത്തെ മൊത്തത്തെ വായിച്ചു കാണും ഈ വന നിയമ ഭേദഗതി എന്നല്ലേ. അതെന്തുകൊണ്ട് അതിന് തുടക്കമില്ല. നമ്മള് കോതമംഗലത്ത് വൈകുന്നേരം ഇങ്ങനെ 12 മണി പ്രവർത്തനം ഒക്കെ നടത്തി ശക്തമായിട്ട് ഇതിനു വേണ്ടി നിലകൊണ്ടു. നമ്മള് MLA കണ്ടു, MP കണ്ടു. അങ്ങനെ നമ്മള് ഒരു ജനങ്ങളുടെ വിഷയമായിട്ട് എടുത്ത് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഗവൺമെന്റ് ഏറ്റെടുത്തത്. രാഷ്ട്രീയ പാർട്ടികൾ പിന്നീട് ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുത്തില്ല, പിന്നീട് ഏറ്റെടുത്തത്. അതിനുശേഷം ഏതായാലും ഇപ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റങ്ങൾ. KLM രൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു. രൂപത വികാരി മോൾ പയസ് മലേക്കണ്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. രൂപത ഡയറക്ടർ ഫാദർ അരുൺ വലിയതാഴത്ത് ആമുഖ പ്രസംഗം നടത്തി. ലേബർ ബാങ്കിന്റെയും KLM വെബ്സൈറ്റിന്റെയും ഉദ്ഘാടനം സംസ്ഥാന ഡയറക്ടർ ഫാദർ പ്രസാദ് കണ്ടത്തിപ്പറമ്പിൽ നിർവഹിച്ചു. വിവിധ മേഖലകളിൽ വിജയികളെ സംസ്ഥാന പ്രസിഡന്റ് ബാബു തണ്ണിക്കോട്ട് ആദരിച്ചു. മുനിസിപ്പൽ കൗൺസിലർ ജിനു മടയ്ക്കൽ, സെക്രട്ടറി ജയൻ റാത്തപ്പിള്ളിൽ, വൈസ് പ്രസിഡന്റ് പോൾസൺ മാത്യു, ആനിമേറ്റർ സിസ്റ്റർ സൂസി മരിയ, വനിതാ ഫോറം പ്രസിഡന്റ് ലിറ്റി റോണി, ജോൺസൺ കറുകപ്പിള്ളിൽ, ബെറ്റി കോരച്ചൻ എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ KLM അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. വിവിധ ഇടവകകളിൽ നിന്നായി 250ഓളം ഭാരവാഹികൾ പങ്കെടുത്തു. ഏതാണ്ട് 200ഓളം വരുന്ന വിളിക്കപ്പെട്ട അംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഒരു യോഗം. നമ്മുടെ ലേബർ മൂവ്മെന്റിന്റെ രൂപതാതല ഭാരവാഹികളും കേരള ലേബർ മൂവ്മെന്റിനെ 4 സോണുകളായി തിരിച്ച് പ്രവർത്തിക്കുമ്പോൾ 4 സോണുകളിലെ ഭാരവാഹികളും വിവിധ തൊഴിലാളി ഫോറങ്ങളുടെ ഭാരവാഹികളും പാലിയേറ്റീവ് ശുശ്രൂഷ മേഖലയിലെ പ്രിയപ്പെട്ട അംഗങ്ങളും മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മീറ്റിംഗ്. ചുരുക്കി പറഞ്ഞാൽ 200-ൽ പരം നേതാക്കന്മാരുടെ മേൽ മാത്രം ഒരു സംഗമവേദിയാണ് ഇന്ന് ഇവിടെ ഒരുമിച്ച് കഴിക്കുന്നത്. നിങ്ങൾ 200-ൽ പരം വരുന്ന ഇത്രയും നേതൃനിര ശക്തിപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.